ദിവസങ്ങളിലും അവർക്ക് നോമ്പുണ്ട്. അവര് പോകാത്ത വഅലില്ല, അവര് കേൾക്കാത്ത ഉറുദിയില്ല, അവര് എത്തിപ്പെടാത്ത ഒരു ഇൽമിന്റെ മജ്ലിസുമില്ല. തഫ്അലു വതതസദ്ദഖു, സ്വതക്ക കൊടുക്കാറുണ്ട്. 2 പവൻ പള്ളിക്ക് എന്റെ വക, 5 പവൻ എന്റെ വക മദ്രസക്ക്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പെണ്ണാണ്. ലാകിന്നഹാ തുഅ്ദി ജീറാനഹാ ബിലിസാനിഹാ, നാവ് കൊണ്ട് അയൽവാസികളെ ഉപദ്രവിക്കുന്നവളാണ്. സഹോദരിമാരെ മനസ്സിലാക്കണേ, സഹോദരന്മാരും മനസ്സിലാക്കുക. അയൽപക്ക ബന്ധങ്ങളൊക്കെ വല്ലാത്ത പുണ്യമുള്ള ബന്ധങ്ങളല്ലേ. ഏത് ജാതിയും മതവിശ്വാസിയുമാണെങ്കിൽ പോലും അയൽവാസികളെ ഉപദ്രവിക്കുകയോ അവർക്ക് ബുദ്ധിമുട്ടാക്കുന്നതോ ചെയ്യാൻ പാടില്ലെന്ന് മുത്തുനബി നമ്മളോട് പറഞ്ഞിരിക്കെ, നിസ്കാരമുള്ള പെണ്ണ്, സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണ്, എല്ലാവിധ സൽക്കർമ്മങ്ങളുണ്ട്. നാവ് മോശമാണ്, പറഞ്ഞാൽ വേദനിക്കുന്നതേ പറയൂ, ആക്ഷേപമേ പറയൂ. അയൽപക്കക്കാരെ കുറിച്ച് മോശപ്പെട്ടതാണ് പറഞ്ഞു കൊടുക്കുന്ന നാട്ടുകാരോട്. അയൽപക്കത്തെ ബന്ധത്തിൽ അത് കുടുംബ ബന്ധമായിരിക്കും, ചിലപ്പോ ബന്ധുവല്ലായിരിക്കും, രക്തബന്ധമില്ലാത്തവരാണ്. എന്നാൽ തന്നെയും അയൽവാസികളെ നാവ് കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോഴാണ് ലാ ഖൈറ ഫീഹാ, അവളിൽ യാതൊരു നന്മയുമില്ല. ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകത്തിലേക്ക് പോകുന്നവളാണെന്ന് മുത്തുനബി പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. ഇമാം ബുഖാരി ധരിക്കുകയാണ്, ഹറാമ് കൊണ്ട് ചെറിയ നിസ്സാരമാണ് നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ നിസ്സാരമാണെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടുത്ത് ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് സഹോദരിമാരെ, നാവ് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, നാവിനെ കടിഞ്ഞാനിടുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. മാതാപിതാക്കളോടുള്ള ആദരവും ബഹുമാനവും ഒരുപക്ഷേ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാവും. മുത്തുനബിയോട് വന്ന് ചോദിക്കപ്പെട്ടുവല്ലോ, നബിയേ മൻ അഹഖുന്നാസി ബിഹസ്നി സ്വഹാബതി യാ റസൂലല്ലാഹ്, നബിയേ ആരോടാണ് ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? ഉമ്മക, ഉമ്മയോട്. പിന്നെ ആരോടാ? ഉമ്മക, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാ നബിയേ? ഉമ്മക, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാ നബിയേ? അബാക്, നിന്റെ ഉപ്പയോട് എന്ന് 3 പ്രാവശ്യം ഉമ്മയെ നോക്കി, ഉമ്മയെ നന്നായി സൂക്ഷിക്കണേ, ഉമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കണേ, ഉമ്മയെ വേദനിപ്പിക്കല്ലേ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള കാരണങ്ങളിൽ ഏറ്റവും വലുത് മാതാപിതാക്കളുടെയും തന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെയും സ്നേഹമാണ്, ബഹുമാനമാണ്. അല്ലാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പെണ്ണുങ്ങളോട് മുഴുവനും നന്നായി പെരുമാറണമെന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഉമ്മമാരോടും ഭാര്യമാരോടുമൊക്കെ. അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. മുത്തുനബി ലോകത്തോട് യാത്ര പറയുമ്പോൾ അവസാനം പറഞ്ഞ ഉപദേശത്തിൽ കാണാം, അസ്വലാ അസ്വലാ അസ്വലാ, നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം ഖളാ ആക്കല്ലേ, നിസ്കാരം നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞതോടുകൂടെ അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ വമാ മലകത് ഐമാനുക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളോട്, ഭാര്യമാരോട് നന്നായി പെരുമാറണമേ, അവരോട് മോശമായി പെരുമാറില്ല. മുത്തുനബി പറഞ്ഞു, ലഖദ് ത്വാഫ ബിആലി മുഹമ്മദിൻ നിസാഉൻ കസീർ യശ്തകീന അസ്വാജഹുന്ന. എന്റെ വീടിന്റെ മുമ്പിൽ ഒരുപാട് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് പരാതി പറയാൻ. നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യശ്തകീന അസ്വാജഹുന്ന, ഭർത്താക്കന്മാർ മോശമായി പെരുമാറിയതിന്റെ പേരിൽ പരാതി പറയാൻ എന്റെ വീട്ടിലേക്ക് ഒരുപാട് പെണ്ണുങ്ങൾ വരുന്നുണ്ട്. സ്വഹാബികളെ, അലാ അറിയണം, ലൈസ ഉലൈക ബിഖിയാരിക്കും, അവർ നിങ്ങളിൽ നല്ലവരല്ല. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം, നിങ്ങൾ വീട്ടിലവരോട് പെരുമാറുന്നത് മോശമാണെന്ന് നിങ്ങളെപ്പറ്റി പരാതി പറയുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിങ്ങൾക്ക് എത്ര ഇമേജ് ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾ ഖാലി ഖുദാത്തായിട്ടും കാര്യമില്ല. സ്വന്തം ഭാര്യയോട്, സ്വന്തം മക്കളോട് നല്ല നിലക്ക് പെരുമാറാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിലുള്ള നിങ്ങളുടെ സ്വഭാവം അല്ലാഹുവിന് വേണ്ട, നിങ്ങളുടെ അഭിനയമാണത്. ആരാ അഭിനയിക്കാത്തത്? സ്വഭാവം പുറത്തു വരുന്നത് സ്വന്തം കുടുംബത്തിന്റെ മുമ്പിലാണ്. നാട്ടുകാരെ മനുഷ്യന് പേടിക്കേണ്ടി വരും, ജോലി ചെയ്യുമ്പോൾ മുതലാളിയെ പേടിക്കേണ്ടി വരും, കമ്മിറ്റിക്കാരെ പേടിക്കേണ്ടി വരും. എന്നാൽ സ്വന്തം വീട്ടുകാർ, അവരാണ് സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. വീട്ടുകാർ ഒരാളെ പറ്റി സൽസ്വഭാവിയാണെന്ന് പറഞ്ഞാൽ
അയാളാണ് ഖൈറായവൻ. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി വഅന ഖിയാറുക്കും ലിഅഹ്ലിഹി. ഞാനാണ് ഏറ്റവും നന്നായി കുടുംബത്തോട് പെരുമാറുന്നത്. നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്വന്തം കുടുംബത്തോട് നന്നായി പെരുമാറുന്നവർ തന്നെ എന്ന് മുസ്ലിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അത്രയും നല്ല സ്വഭാവം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ, നമ്മുടെ ഉമ്മമാരോട്, നമ്മുടെ സഹോദരിമാരോടൊക്കെ നല്ല നിലയിൽ പെരുമാറി സൽസ്വഭാവികളുടെ ലിസ്റ്റിൽ നബി തങ്ങളുടെ കൂടെ കൂടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നമ്മുടെ മക്കൾ നിസാഉൻ, ആ പെണ്ണുങ്ങൾ ഖാബിലാത്തുൻ അലൽ ജംറ ഖുറബാ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വ്യത്യസ്തരായി ഈമാനിന്റെ പ്രഭയുള്ളവരായി അല്ലാഹുവിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നവരായി നമ്മുടെ പെൺകുട്ടികൾ മാറുന്ന ഒരവസ്ഥ നമുക്ക് വരണം. അല്ലാഹു അങ്ങനെ തർബീയത്ത് കൊടുത്ത് നമ്മുടെ മക്കളെ വളർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.